ഡാർലിംഗ്, നിങ്ങൾ എന്തെടുക്ക അവിടെ? പ്ലീസ് ഒന്ന് നോക്കുന്നേ. ആ കേണൽ പണിക്കൽ ഉച്ചയ്ക്ക് പമ്മി വരുന്നത് കണ്ടപ്പോഴേ ഞാൻ കരുതിയതാ ഇന്ന് എന്തെങ്കിലും ഓസിൽ ഒപ്പിച്ചിട്ടുണ്ടെന്ന്. ചുമ്മാ കിട്ടിയ കുന്തോ മിഴിക്കുള്ളൂ. മിസ്സസ് ഭവാനി കുഞ്ഞമ്മ, ഇത് മിസ്റ്റർ മാധവൻ ഉണ്ണിത്താൻ, ശരിയല്ലേ? ആന്റി എന്താ ഇങ്ങനെ നോക്കുന്നേ? എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരാളെ? എന്തെങ്കിലും അങ്കിളിനെ വിളിച്ചിരുന്നില്ലേ ഇന്നലെ മിസ്റ്റർ ശേഖരമേനോൻ? ഓ എന്റെ ഭവാനി, ഇതാരാ വന്നിരിക്കുന്ന അറിയോ? സാക്ഷാൽ ലക്ഷ്മി. ലക്ഷ്മിയല്ല, നിമ്മി, നിർമ്മല മേനോൻ. മോള് വന്നാട്ടെ. മോള് നെക്സ്റ്റ് വീക്കിലേ വരുള്ളൂ എന്നാ ഞങ്ങൾ കരുതിയത്. ഫോൺ ചെയ്ത് താമസ സൗകര്യം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോഴും ഇത്ര പെട്ടെന്നെങ്കിൽ വരുമെന്ന് ശേഖരൻകുട്ടി പറഞ്ഞില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. ഇതെന്താ? അത് ഓരോരോ പാചകക്കുറിപ്പുകളാ. എപ്പോഴെങ്കിലും പ്രിപ്പയർ ചെയ്യേണ്ടി വരുമ്പോ ഒരു ഹെൽപ്പ് ആവുമല്ലോ എന്ന് കരുതി കട്ടി വെക്കുന്നതാ. ഇനി ആവാം, മോള് വന്നൂലോ. ഓരോ ദിവസം ഓരോ ഐറ്റംസ്. പെട്ടി സാധനങ്ങളൊക്കെ ആ മുറിയിലോട്ട് വെച്ചോളൂ. വരും മോളെ. ആ ബാഗ് കൂടി എടുത്തോണ്ട് വരൂ ഡാലി. ശരി ശരി. ഇതിനു മുമ്പ് ഇവിടെ സ്റ്റേ ചെയ്തിരുന്ന പെണ്ണിന്റെ പണിയാ, ഒരു മാഡ് ഗേൾ. ഇതൊക്കെ നമുക്കങ്ങ് മാറ്റണമല്ലോ. എനിക്ക് കുറെ കൂടി സീരിയസ് ആയ മാഡ്നസ് ഉള്ളത്. ഏയ് മോൾ അങ്ങനെയൊന്നുമല്ല, കണ്ടറിഞ്ഞൂടെ? ആന്റി, ഭയങ്കര വിശപ്പ്. എന്താ ഉള്ളത് കഴിക്കാൻ? അയ്യോ, മോക്കിപ്പോ എന്താ തരിക? ഫ്രിഡ്ജിൽ എന്ത് ഡിഷാ ഉള്ളതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ശരി ആന്റി, ഞാനൊന്ന് ഫ്രഷ് ആയിക്കോട്ടെ. ഓക്കെ. ഏറ്റവും കൂടെ കേട്ടെടുത്ത മഹാൻ ആരാണെന്ന് അറിയാമോ? നീ ആയിരിക്കും. അല്ല, പിന്നെ ആരാ? എന്നെപ്പോലെ മറ്റൊരു മഹാൻ. നീ ബാറ്റിംഗ് പോയി ഫീൽഡ്. ഓ, ഇനി ഞാനില്ല, നിങ്ങൾ കളിച്ചോ. കണ്ണീട്ടിനെ അമ്മ വിളിക്കുന്നു, വന്ന് പഠിക്കാം. നീ അങ്ങ് ചെല്ല്, ഞാൻ വന്നേക്കാം. അച്ഛൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. നീ ബോഡി സ്ലീപ്പിംഗ് ബോട്ടി. നീ പോയി ഫീൽഡ് കയറാ. പോടാ. ഷാഹുൽ ആ പെണ്ണിനെ കണ്ടപ്പോഴേ ഫ്ലാറ്റ്. അത് തന്നെ കാര്യം. കണ്ട വഴിക്ക് അവന്റെ ഒരു ലൈനടി. അതൊന്നല്ല, ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് നോക്കിയെന്നേ ഉള്ളൂ. വലിയ നോട്ടൊന്നും വേണ്ട അല്ലേ? ഷാർജ കപ്പ് ഇത്ര വേഗം കഴിഞ്ഞോ? മനോരേട്ടൻ എവിടെ ആയിരുന്നു ഇത്രയും നേരം? ലൈബ്രറിയില്. അടുത്ത ആഴ്ച ടെസ്റ്റ് ഉണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മില് മനോരാട്ടം കളിക്കുന്നുണ്ടല്ലേ? ഒരാള് വന്നിരിക്കുന്നു. ആരെ? ചെത്തു പാർട്ടിയാ. എന്നെ കഴിച്ചെത്താണോ? ചെന്നു നോക്ക്. ഇനി മനോരേട്ടന് കുശാലായി. എവിടെയായിരുന്നടാ എത്ര നേരം? അയ്യോ അമ്മേ, ലൈബ്രറിയില്. അടുത്ത ആഴ്ച ഇന്റർവ്യൂ ഉണ്ട്. പോടാ. ആ തെർമോപോൾസൺ കമ്പനിയല്ലേ അമ്മേ? MG റോഡിലെ 8 നിലയുള്ള കെട്ടണം. ഇത്തവണ കിട്ടുന്നത് ഉറപ്പാ. ഓ പിന്നെ, നീ ഇപ്പൊ IAS പഠിച്ചിട്ട് ഇരിക്കുവല്ലേ? വല്ലവരും വിളിച്ചങ്ങ് ജോലി തരാൻ. ഇങ്ങനെ തെണ്ടി അടക്കുന്ന സമയം കൊണ്ട് ആ പ്രീഡിഗ്രി എങ്കിലും ചാടിക്കിടക്കാൻ നോക്കെന്റെ മനോഹര. അമ്മ ഇങ്ങോട്ട് പുറത്തെ തണുത്ത കാറ്റായി പോകും. ശേഖരമേനോന്റെ അതേ മുഖം, അതേ മൂക്ക്. എവിടുന്നാ നമ്മൾ ഒടുവിൽ കണ്ടത്? നിനക്ക് ഓർമ്മയുണ്ട് ഭവാനി? ലാസ്റ്റ് ടൈമില് സിംഗപ്പൂരിൽ നിന്ന് വരുമ്പോഴായിരിക്കും ഫ്ലൈറ്റില്. ആ ശബ്ദത്തിന് പോലും ഒരു മാറ്റമില്ല. എനിക്ക് കേട്ടപ്പോഴേ മനസ്സിലായി, ആ പഴയ ശേഖരമേനോൻ തന്നെ. ഹലോ, 1 മിനിറ്റ്, നോക്കാ ഫോൺ. ഹലോ, താങ്ക് യു. ദാ ഇപ്പോ ഒരു അരമണിക്കൂറായി. ഇല്ല, വിഷമമൊന്നും ഉണ്ടായില്ല. യെസ്. ശേഖരമേനോൻ, ഞാനിവിടെ കേടുപാടൊന്നും കൂടാതെ എത്തിയോന്നറിയാൻ. എനിക്ക് അപ്പോഴേ തോന്നി. എന്നാലും ആ ശബ്ദത്തിന് ചെറിയൊരു വ്യത്യാസം പോലെ. ജലദോഷമായിരിക്കും അല്ലേ? അതിപ്പോ അങ്കിള് നല്ല ഫോമിലായതുകൊണ്ടാ. സ്വല്പം വീശിയല്ലേ? സിംഗപ്പൂരിൽ നിന്ന് കൂടെ വന്ന ഓരോരോ ഹാബിറ്റേ. പക്ഷെ എപ്പോഴും ഇല്ല കേട്ടോ, വല്ലപ്പോഴും ഇത്തിരി. അതും എന്നോട് ചോദിച്ചിട്ട്. റിയലി? യെസ്, ഭവാനി പറഞ്ഞത് നേരെ തന്നെയാ. ആ കേണൽ പണിക്ക് മിലിറ്ററി കോട്ട കൊണ്ടുവരുമ്പോ ഏതായാലും ഇനി ഞാനൊരു പിടുത്തം പിടിക്കും. സന്ധ്യക്ക് കുളിച്ച് കുറിയൊക്കെ തൊട്ട് നാമവും ജപിച്ച് അങ്ങനെയൊക്കെ ആവും ഇവിടെ അങ്കിളും ആന്റി എന്നാ ഞാൻ കരുതിയത്. അയ്യോ, അങ്ങനെ തന്നെയാണെന്നേ. ഇതിപ്പോ അങ്കിളിന്റെ ഒരു തമാശക്ക്. ഡാർലിംഗ്, ചെന്ന് കുളിച്ച് വേഷമൊക്കെ ഒന്ന് മാറി ഒന്ന് ഫ്രഷ് ആയി വന്നാട്ടെ. ആ സമയത്ത് കുളിക്കാന്നൊക്കെ ഡാർലിംഗ്, ആന്റി പറഞ്ഞതല്ലേ, ബി റെഡി അങ്കിൾ. ദീപം ദീപം ദീപം. ഇങ്ങോട്ട് വെക്കൂ, ഇങ്ങോട്ട് വെക്കൂ.
പഴയകാല ഓർമ്മ വരുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു തന്നെ ഇപ്പോഴൊക്കെയാ. സിറ്റിയിലെ പഠിത്തവും അവിടുത്തെ ഒരു ബഹളവും ഒക്കെ ചേർന്നപ്പോ പഴയതെല്ലാം അങ്ങ് ഒഴുകിപ്പോയി. ഓർമ്മകളെ ഉള്ളു ഇപ്പൊ മനസ്സില്. മുത്തശ്ശി ഉണ്ടായിരുന്നപ്പോ കാവില് ദീപാരാധന തൊഴാൻ മുടങ്ങാതെ പോകുമായിരുന്നു. ഇവിടെ അടുത്ത് എവിടെയാ ആന്റി അമ്പലം ഉള്ളത്? അത് ഇവിടിപ്പോ ഇവിടുന്ന് ഒരു 2 മൈൽ പോയാൽ ശിവന്റെ ഒരു അമ്പലമുണ്ട്. അതും സാക്ഷാൽ പരമശിവൻ. പരമശിവനായാലും ഭഗവതി ആയാലും ദൈവമായിട്ട് ഒരാളേ ഉള്ളൂ. ഞാൻ ഞായറാഴ്ചകളിൽ ചർച്ചിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴും ആ ഒരൊറ്റ ദൈവത്തെ മാത്രമേ കാണാറുള്ളൂ. അങ്കിളിന് എന്താ സംശയം? 10,000 ദൈവമൊന്നുമില്ല. മനസ്സിൽ കൂടിയിരിക്കുന്നത് ഒരേ ഒരു ദൈവമുള്ളൂ. ആന്റി, ഇതേതാ കക്ഷി? ഇയാൾ എവിടേക്കാ സിനിമാ സ്റ്റൈലിൽ ഈ ത്രിസന്ധ്യക്ക്? ഓ, അതൊരു എക്സെൻട്രിക് കേസാ. വായി നോക്കി. തോട്ടങ്ങി അവന്റെ ഒരു വെള്ളത്തില്. ഭവാനി, നിമ്മി മോളെ കൊണ്ട് അകത്തേക്ക് പോകും. മോളിങ്ങകത്ത് വരൂ. കമ്മിങ് ഡാർലിംഗ്. യെസ്. ഗുഡ് മോർണിംഗ്. താമസിച്ചോടാ. ആ സ്ലീപ്പിംഗ് ബ്യൂട്ടി ഇനി ഒരുങ്ങിയില്ലേ? അവൾ റെഡി ആവുന്നു. ടിങ്കുവിനെയും കാണുന്നില്ലല്ലോ. ഇന്നലത്തെ ഹോംവർക്ക് ഒക്കെ എന്ത് ഈസിയാലേ. മൈ ജീസസ്, ഹോംവർക്കോ? എന്റെ ജിജോ, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഏറി വന്നാ 10 അടിയും 101 ഇമ്പോസിഷനും, അത്രയല്ലേ ഉള്ളൂ. അടി കൊള്ളാൻ ഒരു ധൈര്യമൊക്കെ വേണോടാ. പക്ഷേ എനിക്ക് ആ ധൈര്യം ഇല്ലാത്തോണ്ട് ഞാൻ ഓർത്തങ്ങ് ചെയ്തു. സിമ്പിൾ. ഞാനിപ്പോ കണ്ടേച്ചു വരിക. ആരെ? ആ ചെത്തു പാർട്ടിയെ ആക്കല്ലേ. നീ ഇന്നലെ സന്ധ്യക്കോട്ടെ അവിടെ ആയിരുന്നോ? വായി നോക്കി. ഇപ്പഴേ ഒരു ഓട്ടോയിൽ അങ്ങോട്ട് പോയി. ഞാനൊന്ന് ചിരിച്ചു. അപ്പന്നെ നോക്കിയൊരു ലൈനടി. ഞാൻ അങ്ങോട്ട് വീണുപോയി മൈ ഫ്രണ്ട്സ്. ആഹാ, മാർവലസ്. പുളു, വെറും പുളു. നീ കണ്ടിട്ടുമില്ല, അവൾ ലൈൻ അടിച്ചിട്ടുമില്ല. പുളു എങ്കി പുളു. മഞ്ജു വാ പോവാം. ടിങ്കു, നീ ഹോംവർക്ക് ചെയ്തോ? എന്ത് ഹോംവർക്ക്? ഒന്ന് ചുമ്മാ ഇടാ. അപ്പൊ നമ്മുടെ മെക്കാനിക്കും ചെയ്തിട്ടില്ല. ഗംഭീരമായിരിക്കും. ഇന്ന് ട്യൂസ്ഡേ അല്ലേ? ഫാദർ പവോലിയോസിന് വട്ടുകൂടുന്ന ദിവസമാ. നല്ല രസമായിരിക്കും. 2 ആൾക്കും ഡോസ് കിട്ടുന്ന കാണാൻ. നീ പഠിക്കണ്ടടാ, ഞാനല്ലേ. അതാ എനിക്ക് പേടി. അവന്റെ ആന്റി മസ്കറ്റിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇന്നവന്റെ ബർത്ത്ഡേ ഒന്നുമല്ല. നീ അപ്പൊ ആരാണ്ടി സോപ്പിടാൻ സീറ്റ്സ് ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നിരിക്കുക അല്ലയാ? എനിക്ക് പാരി സോപ്പിടൊന്നും വേണ്ട. ദാ നീ എടുത്തോ. അയ്യോ, ഒന്ന് നിർത്ത്. ഇതെന്തോന്ന് ബഹളം? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അന്നമ്മ ടീച്ചർക്ക് 9C അല്ലേ? 8Cയിൽ അറ്റൻഡൻസ് എടുക്കുമ്പോഴേക്ക് വന്നേക്കാമെന്ന് ഫാദർ പറഞ്ഞു. അപ്പൊ ശരി. സയൻസ് ടീച്ചർ പ്രസവിക്കാൻ പോയി, ആ ഒഴിവ് അങ്ങനെ കിടക്കുക. ഹിന്ദി ടീച്ചർ പ്രസവിക്കാൻ പോയി, ആ ഒഴിവും അങ്ങനെ കിടക്കുക. എന്നിട്ട് ആ ഒഴിവിലേക്ക് കയറി വരണതോ മ്യൂസിക് ടീച്ചർ. ഇന്ന് കാലത്ത് ബിഷപ്പ് ഹൗസിൽ നിന്ന് ഫോൺ ചെയ്ത് പറഞ്ഞപ്പോഴാ ഇങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റിന്റെ കാര്യം ഞാൻ അറിഞ്ഞത്. ഈ സൈക്കോളജി ഒക്കെ മിസ് നിർമ്മലയോട് പറഞ്ഞിട്ട് എന്തിനാ? അപ്പൊ എന്താ എടുക്കണേന്ന് പറഞ്ഞത്? ഹിസ്റ്ററി അല്ല, പാട്ട്. പാട്ടിനും കൂത്തിനും ഒക്കെ ധാരാളം സർട്ടിഫിക്കറ്റ്സ് ഉണ്ടല്ലോ. അപ്പോ ഇന്നോട്ട് തന്നെ തുടങ്ങല്ലേ അഭ്യാസങ്ങളൊക്കെ? സുപ്രഭാതം വെച്ചോ. ആ, രാഘവ മാഷോ, ഇന്നും ലേറ്റ് ആയിട്ടാണല്ലോ. ആ മാഷേ, ഓ, ഇത് പുതിയ ടീച്ചറാ, മ്യൂസിക്, മിസ് നിർമ്മല മേനോൻ. നമസ്കാരം. ഞാൻ പണിക്കര് മാഷ്.
ടി വി രാഘവ പണിക്കർ 20 കൊല്ലമായിട്ട് ഇവിടെ ക്ലാസ് എടുത്തോണ്ടിരിക്കുക. മലയാളം വിദ്വാനാ. എന്നാ മാഷ് പോണില്ലേ? എന്താ ചെയ്യാ, ഓരോരോ വിധികള് അല്ലേ. ലീവ് വേക്കൻസിയിൽ ആരും വന്നില്ലേലും നമുക്ക് അങ്ങോട്ട് മാനേജ് ചെയ്യാം. മിസ് ഈ പാട്ടൊക്കെ പഠിപ്പിക്കുന്നതിന്റെ ഇടയില് ക്ലാസ്സുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആ 8 സിയിൽ അറ്റൻഡൻസ് എടുക്കാൻ ഞാൻ ഒരാളെ വിട്ടിട്ടുണ്ട്. അവിടെ ഇപ്പൊ തന്നെ ചെന്ന് ജിക്ക് തുടങ്ങിക്കോളൂ. ഈ ജിക്ക് എന്ന് വെച്ചാ അറിയില്ലല്ലേ? ഓ, ഫ്രഷ് അപ്പോയിന്റ്മെന്റ് അല്ലേ. ജനറൽ നോളജ്. ഇങ്ങനെ നമ്മക്കിടയിലുള്ള കൊച്ചു വർത്തമാനങ്ങളൊക്കെ. ഈ മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ ഭാര്യയുടെ പേരെന്താ? അലക്സാണ്ടർ ചക്രവർത്തി കേരളത്തിൽ വന്നപ്പം മരച്ചീനിയുടെ തറവില എന്ത്? എണ്ണക്കുരുക്കളിൽ ചെറിയ കുരു ഏത്? അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ പറയാന്നേ. അത് തന്നെ ജിക്കെ. മനസ്സിലായി. ഞാൻ തന്നെ നിർമ്മല മിസ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കം കം പ്ലീസ് കം. നമ്പർ 34 ഷാഹുൽ ഹമീദ് പ്രസന്റ് ടീച്ചർ. നമ്പർ 35 ഷർമി ജെ പ്രസന്റ് ടീച്ചർ. നമ്പർ 36 ടിങ്കു ജെയിംസ്. യെസ് സ്പീക്കിംഗ്. എന്താ അവിടെ? വാട്ട്സ് ഹാപ്പനിങ്? യു സ്റ്റാൻഡ് അപ്പ്. എന്താ കയ്യില് കാണട്ടെ? ടിങ്കുവിന്റെ ബർത്ത്ഡേ ആണ്. അതാ കാര്യല്ലേ. ഇങ്ങതാ, ഇതൊക്കെ ക്ലാസ് കഴിഞ്ഞ് കൊടുത്താൽ മതി. ഇങ്ങോട്ട് വാ. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. അറ്റൻഡൻസ് ഒക്കെ എടുത്തില്ലേ ടീച്ചറെ? എന്നാ വേഗം പോയി ലീവ് എടുത്തോളൂ. ഇത് നിർമ്മല മിസ്, നിങ്ങളെ ഡാൻസും മ്യൂസിക്കും പഠിപ്പിക്കുന്ന ടീച്ചർ. മൈ ഡിയർ സ്റ്റുഡന്റ്, ഇവിടെ എന്താ ചിരിക്കണ്ടേ? യു സ്റ്റാൻഡ് അപ്പ്. എത്ര കാലമായി തുടങ്ങിയിട്ട്? ഇക്കണക്കിന് പോയ സഡേറ്റീവ്സ് തരേണ്ടി വരുമല്ലോ. ഭ്രാന്തായ എന്താ ചെയ്യ? ഏതാണ്ട് പകുതി കുട്ടികൾക്കും ഭ്രാന്ത. ഇന്ന് നിർമ്മല മിസ് നിങ്ങൾക്ക് ജീക്കെടുക്കും. ഞാൻ ഇന്നലെ തന്ന ഹോംവർക്കൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ മിസ്സിനെ കാണിക്കാൻ. പാടാൻ താല്പര്യമുള്ള കുട്ടികളെ മിസ് ഡാൻസ് പഠിപ്പിക്കും. പാടാൻ താല്പര്യമുള്ള കുട്ടികളെ മിസ് മ്യൂസിക് പഠിപ്പിക്കും. ഒറ്റയാളാണ് ഇങ്ങനത്. എന്റെ സ്വഭാവം നിങ്ങൾക്കറിയാലോ. ആ, കർത്താവിനെ മനസ്സിൽ വിചാരിച്ച് ടീച്ചർ ആദ്യത്തെ സ്റ്റെപ്പ് ചവിട്ടിക്കൊള്ളു. ഇതിപ്പോ പൊട്ടിപ്പോവും. നിങ്ങൾ ഇങ്ങനെ ശ്വാസം പിടിച്ചോണ്ടിരുന്നാൽ എങ്ങനെയാ? ഫാദർ മിണ്ടരുതെന്ന് പറഞ്ഞെന്ന് വെച്ച് എപ്പോഴും ഇങ്ങനെ അടക്കി പിടിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? അല്ല, ഭ്രാന്തന്മാരും ചട്ടമ്പികളും ഒക്കെ ഉണ്ടോ ഈ ക്ലാസ്സിൽ? ചിലരെയൊക്കെ എനിക്ക് ചെറിയ പരിചയമുണ്ട്, പക്ഷെ എല്ലാരെയും ഒന്നും അറിയില്ല. അറ്റൻഡൻസ് ഞാൻ എടുക്കാത്തോണ്ട് ആരുടെയും പേരും അറിഞ്ഞൂടാ. ആ, ഇനിയും സമയമുണ്ടല്ലോ. ആരുടെ ഈ ബോക്സ്? സ്വീറ്റ്സ് അല്ലേ? പുതിയ ടീച്ചർ വരുന്നു എങ്ങനെ അറിഞ്ഞു? മോശമല്ലല്ലോ നിങ്ങള്. അത് ഫാദറിന്റെയാ. ഫാദർ വന്നപ്പോ മറന്നു വെച്ചതാ. ഈ പ്രായത്തിലാ മുട്ടായി കൊതി. കൊള്ളാം. ദാ, ഇത് ഫാദറിന് കൊടുത്തേക്കു. ഇവിടെ വെച്ചിട്ട് പോയതാ. വലിയ മറവിക്കാരനാ. എന്താ? മിഠായി പെട്ടി ക്ലാസ്സിൽ മറന്നു വെച്ചായിരുന്നു അല്ലേ? താൻ പോയിക്കോ, ഞാൻ വിളിക്കുമ്പോ വന്നാ മതി. ശരി അച്ചു. പിള്ളേരുടെ വിളച്ചിലിച്ചിരി കൂടുന്നുണ്ട് എന്ന് വെച്ച് നമുക്ക് നിങ്ങളെ കെട്ടിയിട്ട് പഠിപ്പിക്കാൻ പറ്റുമോ? രാഘവമാഷ പറയുന്നതാ അതിന്റെ ഒരു നേര്. കുട്ടികൾ നന്നാവണമെങ്കിൽ ആദ്യം തന്റെയും തള്ളിയും നന്നാവണം. ഇപ്പൊ ഇത് സർക്കാർ സ്കൂളിനേക്കാളും കഷ്ടമായി. ഇമ്പോസിഷനും അടിയൊന്നും പിള്ളേർക്ക് ഒരു പേടിയില്ല. നിങ്ങൾ ഈ പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. പഠിപ്പിക്കുന്നവരും നന്നാവണം. മുമ്പൊക്കെ ഗുരുജനങ്ങളെന്ന് വെച്ചാൽ ഒരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോ എങ്ങനെ പോയി എന്നാ വിശാലാക്ഷി ടീച്ചർ പറയണത്? ചമഞ്ഞൊരുങ്ങി പിള്ളേരുടെ മുമ്പിൽ ചെന്ന് നിന്നാ കിട്ടുന്നതാണ് ഈ ബഹുമാനമെങ്കില്. ഇനിയിപ്പൊ എനിക്ക് വേണ്ട, വയസ്സായേ. ഞാൻ മാഷോടല്ല പറഞ്ഞത്. മാഷയുടെ അഭിപ്രായം ഞാൻ ചോദിച്ചില്ല. ഞാനൊരു സത്യം പറഞ്ഞു എന്ന് വെച്ചാൽ വിശാലാക്ഷി മേർന്ന് ചാടുവൊന്നും വേണ്ട.
മാഷ പോലെ ഡൈ ചെയ്ത് മുടി കറുപ്പിക്കേണ്ട ഗതികേട് ഇപ്പോ എനിക്ക് വന്നിട്ടില്ല. ഞാൻ ചമയുന്നുണ്ടെങ്കിലേ അത് എന്റെ ചെലവില. അതാ അപ്പൊ നന്നായ. ടീച്ചർ എവിടെ പോയിരുന്നു? ഉച്ചയൂണ് കണ്ടില്ല? ക്യാൻറ്റീനിന്ന് കഴിച്ചു. അതെയോ? ഞങ്ങളിതേ ഇവിടെ കുട്ടികളുടെ ഓരോ വിക്രികളെ കുറിച്ച് പറയായിരുന്നു. എത്ര വർഷമായി ജോയിൻ ചെയ്തിട്ട്? 5 വർഷം. 5 വർഷോ? രാജി നടന്നോളൂ, ഞാൻ വരാം. ശരി. ഞാൻ വന്നത് ഇയാളെ ഒന്ന് കൺഗ്രാചുലേറ്റ് ചെയ്യാനാ. ഇയാളെ തന്നെ. മുഖമൊന്ന് ഉയർത്തിക്കേ. കുട്ടിക്കളിയാവാം, പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം. ഫാദർ എന്താ പറഞ്ഞെന്നറിയോ? മേലാൽ ആ പിള്ളേർക്ക് വേണ്ടി എന്റെ അടുത്ത് വന്നേക്കരുതെന്ന്. മനസ്സിലായോ? അതിന് ഞാൻ ഇപ്പോ നിങ്ങൾ ക്ലാസ്സിലെ റാങ്ക് ആരൊക്കെയാന്നാ കേട്ടത്. തെമ്മാടത്തരത്തിനുണ്ടോ ഫസ്റ്റ് റാങ്ക്? സ്കൂളിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ കിടക്കുന്നു. നല്ലൊരു മ്യൂസിക് ട്രൂപ്പ് ഉണ്ടാക്കാം, ഡാൻസ് ട്രൂപ്പ് ഉണ്ടാക്കാം, യൂത്ത് ഫെസ്റ്റിവലിൽ സ്ഥിരം ചാമ്പ്യൻഷിപ്പും വാങ്ങാം. വേണ്ടേ? നോക്ക്, എല്ലാരോടും ആയിട്ടാ പറയുന്നത്. കുരുത്തക്കേടിന് കൂട്ടു നിൽക്കാൻ ഇനി എനിക്ക് കിട്ടില്ല. തോലച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതൊന്നും വേണ്ടാന്ന്. എടാ, ഇങ്ങനെ സംഭവിക്കും ഞാൻ വിചാരിച്ചോ? എന്നാലും ഇത്രയും വേണ്ടായിരുന്നു. നീയും കൂടെ പറഞ്ഞിട്ടല്ലേ ആ ഫാദറിനോട് ചെറിയ ഡോസ്. നമ്മൾ എത്ര കാലമായി പ്ലാൻ ചെയ്യുന്ന. എന്നാലും വന്ന് എത്തിയ ഉടനെ ആ മിസ്സിനെ കൂടെ വേണ്ടായിരുന്നു. നമ്മളോട് വളരെ ഫ്രണ്ട്ലി ആയി വന്നപ്പോ നമ്മൾ ഇങ്ങനെ പെരുമാറിയത് ഏതായാലും നന്നായില്ല. മിസ് പ്രൊട്ടക്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു സ്ഥിതി. ഇനിയിപ്പോ എന്താടാ ചെയ്യുക? നമ്മളൊക്കെ മിസ്സിന്റെ ബാഡ് ലിസ്റ്റിലാവും. ഷുവറാ. ഒരു വഴിയുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാൻ നീയൊക്കെ റെഡിയാണോ? ഞാൻ ഏതായാലും റെഡി. ഗുഡ് മോർണിംഗ് മിസ്. എവിടെ? അകത്തുണ്ടോ? ആര്? ഇങ്ങോട്ടിപ്പോ വരുന്നില്ലല്ലോ. അകത്ത് കേറ്റുകയില്ല. ഭയങ്കര സാധനങ്ങളാ. കുട്ടി ഏതാ? ഞാൻ മഞ്ജു, കണ്ണന്റെ സിസ്റ്ററാ. ഞാൻ മിസ്സിനൊരു സമ്മാനം കൊണ്ടാ വന്നത്. എനിക്കോ? ഒരാള് തന്നു വിട്ടതാ. അതാരാ ഈ ഒരാള്? ശരി, സമ്മാനം എവിടെ? കണ്ണേട്ടൻ തന്നു വിട്ടതാ. ഓ, ആ ചട്ടമ്പികളുടെ വക്കാലത്തുമായിട്ടാ വരവല്ലേ? കൊള്ളാമല്ലോ. എന്താ അവര് പിടിച്ച് തിന്നുവോ? ആ, എന്നിട്ട് എവിടെയാ വാൽമാക്രികള്? അവിടെ നിക്കാ, പാവങ്ങളാ. അയ്യടാ, നീ കൊള്ളാമല്ലോ. ഏട്ടന് പറ്റിയ പെങ്ങള് തന്നെ. നല്ല കുട്ടികളാന്നേ. ആ, ചെന്ന് പറ, ചെയ്ത തെമ്മാടിത്തരത്തിനൊക്കെ എന്റെ വക നല്ല ശിക്ഷയുണ്ടെന്ന്. അങ്ങനെ പെട്ടെന്ന് അങ്ങ് ക്ഷമിക്കാൻ പറ്റുമോ? അവരിങ്ങോട്ട് വിളിക്കട്ടെ? വേണ്ട, ഞാൻ അങ്ങ് വരുന്നു. അയ്യോ, ഇന്നാ ഞാൻ പോട്ടെ. എന്റെ അമ്മോ. നിമ്മി, വരൂ വരൂ. ഇതുവരെ റെഡി ആയില്ലേ ഭവാനി? നമുക്കിറങ്ങാം. എങ്ങോട്ട്? ഷോപ്പിങ്ങിനല്ലേ? സാധനങ്ങളൊക്കെ അതിന്റേതായ രീതിയിൽ സെലക്ട് ചെയ്യണമെങ്കിൽ ഞാനും കൂടെ വേണം. അയ്യോ, എല്ലാരും കൂടെ പോയാൽ എങ്ങനെയാ? പകല് പോലും കള്ളന്മാരുടെ ശല്യവാ. ഒരു പട്ടി കൂടെ ഇല്ലാത്ത വീടല്ലേ? എല്ലായിടത്തും ഒരു കണ്ണ് വേണേ ഡാർലിങ്. നിമ്മി മോളെ, നിമ്മി മോളെ, ഹരിയ മോളെ. ഞാൻ റെഡി, പോകാം. എനിക്കിത് നല്ല ചേർച്ചയാ, ഇല്ലേ മോളെ? ചന്തേരി സിൽക്കാ. ഇതിന്റെ ഒരു ബോർഡർ ഇല്ലേ? സൂപ്പർ. ആന്റിക്ക് ഇപ്പൊ ഒരു 20 വയസ്സെങ്കിലും കുറഞ്ഞ പോലെ ഉണ്ട്. റിയലി? അല്ലെങ്കിലും എനിക്ക് എത്രയായിരുന്ന മോടെ വിചാരം? പ്രായമുള്ളവരുടെ കൂടെ നടക്കുമ്പോ എനിക്കും അങ്ങനെ അങ്ങ് തോന്നുന്നതല്ലേ. ഞങ്ങള് തമ്മിൽ 20 വയസ്സിന്റെ വ്യത്യാസം. 20 years. ഇതേ സംസാരിച്ച് നിൽക്കാതെ വേഗം ഇറങ്ങിക്കോളൂ ഭവാനി. ഇപ്പൊ തന്നെ നേരെ ഒരുപാടായി. സാധനങ്ങളെ ലിസ്റ്റൊക്കെ എടുത്തിട്ടില്ലേ നിമ്മോളെ? അല്ല, അങ്കിള് വരുന്നില്ലേ?
ഷോപ്പിങ്ങിന് ലേഡീസ് ആണ് കറക്റ്റ്. ആ വാതിലൊക്കെ അടച്ചേക്കണേ. ആ. കണ്ണ് തെറ്റി അകത്ത് കയറുന്ന കുറെ കള്ളക്കൂട്ടങ്ങളില്ലേ പുറത്ത്. വാ മോളെ. ഷുവർ ഷുവർ. ഛെ, ഈ വായി നോക്കിയുടെ കാര്യം. Useless. ഹായ് മിസ്. ആഹാ, എവിടെയാ തെമ്മാടികള്? ദേ കാണട്ടെ കാണട്ടെ, എല്ലാരും ഒന്ന് ശരിക്ക് കാണട്ടെ. നീ വാ മോളെ. എന്തൊക്കെയാ പുതിയ ഓപ്പറേഷൻ? ഹേ, ഞങ്ങള് വെറുതെ അങ്ങനെ വെറുതെ എന്നാ പറ്റില്ലല്ലോ. നടക്ക് നിമ്മി മോളെ. ഈ പിള്ളേരോട് കിന്നാരം പറഞ്ഞോണ്ട് നിന്ന അവരും കൂടെ വന്നോട്ടെ ആന്റി. സാധനമൊക്കെ എടുക്കാൻ ആള് വേണ്ടേ? മോക്ക് ഇവന്മാരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞുകൂടാത്തോണ്ടാ. ദേ കുഴപ്പമുണ്ടാക്കുവോ? ആന്റി പറയുന്ന ഒക്കെ അനുസരിച്ചോണം. അതിങ്ങ് തന്നേരാ ആന്റി. ഛെ, മാറി നിക്കേക്ക, ഡിസ്റ്റർബ് ചെയ്യാതെ. നിങ്ങളൊക്കെ ചേർന്ന് ആന്റിക്ക് ഒരിക്കലും സ്വൈര്യം കൊടുക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടല്ലേ ആന്റിക്ക് നിങ്ങളോട് ഇത്ര സ്നേഹം. ഏയ്, ആന്റി ഞങ്ങൾക്ക് വലിയ ഇഷ്ടാ. ആന്റിയുടെ അത്രയും തഴച്ചു വളർന്ന തലമുടി വേണമായിരുന്നു അമ്മ എപ്പോഴും പറയല്ലോ. അമ്മയ്ക്ക് വലിയ ഇഷ്ടാ. ആന്റി ആരോടും മിണ്ടാ വരാഞ്ഞിട്ടല്ലേ? ഓ, മോളുടെ അമ്മ ശരിക്കും അങ്ങനെ പറഞ്ഞോ? ഒരിക്കലല്ല, ഒരു 100 തവണ. ആന്റി എന്തിനാ തേക്കണെന്ന് ചോദിക്കണമെന്ന് അമ്മ എന്നോട് എപ്പോഴും പറയല്ലോ. രാബരാ. നൈസ് ഗേൾ.